എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കാൽക്കുലസിൻ്റെ സെക്കൻഡ് മോഡ്യൂളിലെ റിമൈനിങ് പോർഷൻസ് അതിൽ ആദ്യത്തെ സെക്ഷൻ ഡിഫറൻഷ്യബിലിറ്റി ഓഫ് മൾട്ടിവേരിയബിൾ ഫങ്ഷൻസ്, ഇതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ എസെൻഷ്യലി നമുക്കിനി പഠിക്കാനുള്ള പോർഷൻസ് ഇത്രയാണ്. ഫസ്റ്റ് വി ഹാവ് ടു സീ വാട്ട് ഈസ് മീൻഡ് ബൈ ഡെറിവേറ്റീവ് ഓഫ് എ മൾട്ടിവേരിയബിൾ ഫംഗ്ഷൻ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് വേരിയബിൾ ടു വേരിയബിൾസും അതുപോലെ ത്രീ വേരിയബിൾ കേസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഈ പറയുന്ന പല ഡിസ്കഷൻസും എനി വേരിയബിൾസിനും ആപ്ലിക്കബിൾ ആണ്. പിന്നെ നോക്കേണ്ടത് ഡയറക്ഷണൽ ഡെറിവേറ്റീവ്സ് എന്താണ്, ദെൻ ഗ്രേഡിയന്റ് പ്രോപ്പർട്ടീസ് ആൻഡ് ആപ്ലിക്കേഷൻസ്, ദെൻ ടാൻജന്റ് വെക്ടേഴ്സ് ആൻഡ് നോർമൽ വെക്ടേഴ്സ്, ഫൈനലി ലഗ്രാഞ്ചസ് മൾട്ടിപ്ലയർ മെത്തേഡ്. എക്സ്ട്രീമം പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ടുള്ള ലഗ്രാഞ്ചസ് മെത്തേഡ് എന്താണ് നമ്മുടെ കാണുമ്പോൾ നമ്മുടെ റിമൈനിങ് പോർഷൻസ് അവസാനിക്കും. സോ ആദ്യം തന്നെ നമുക്ക് ഡെറിവേറ്റീവിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ഞാൻ ഡെഫിനിഷൻ പറയുന്നത് ടു വേരിയബിൾ ഫങ്ഷൻസിനാണ്. അപ്പോൾ അവിടെ ആദ്യം വായിക്കുമ്പോൾ എന്തെങ്കിലും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ തുടർന്ന് അങ്ങോട്ട് നമ്മൾ പറയുമ്പോൾ അത് ക്ലിയർ ആവും. സോ എന്താ ഡെഫിനിഷൻ ആദ്യം നമുക്ക് നോക്കാം. ലെറ്റ് എഫ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ഈസ് എ ടു വേരിയബിൾ ഫംഗ്ഷൻ. ഈ എഫ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന നൊട്ടേഷൻ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന ഇതാണ്. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ പേര്, ആ ഫംഗ്ഷൻ എത്ര വേരിയബിൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കോമ വൈ എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് ടു വേരിയബിൾ ഫംഗ്ഷൻ ആണ്. സോ ഐ കൺസിഡർ എ ഫംഗ്ഷൻ ഫ്രം ആർ സ്ക്വയർ, ആർ ക്രോസ് ആർ, എക്സ് നോട്ട് വൈ നോട്ട് ബി എ ഫിക്സഡ് പോയിന്റ് ഇൻ ആർ ക്രോസ് ആർ. Then f is said to be differentiable at x naught y naught if രണ്ട് കണ്ടീഷൻസ് ആണ്. ഒന്ന് പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. ഓൾറെഡി നിങ്ങൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഡിസ്കസ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. എല്ലാൽ സാർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് വിത്ത് റെസ്പെക്ട് ടു ദ വേരിയബിൾ എക്സ്. അതുപോലെ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് വിത്ത് റെസ്പെക്ട് ടു ദ വേരിയബിൾ വൈ. ഇത് രണ്ടും എക്സിസ്റ്റ് ചെയ്യണം. That is the first condition. Then the following limit delta x comma delta y tends to 0 0 f of x naught plus delta x y naught plus delta y minus f of x naught y naught minus f suffix x x naught y naught into delta x minus f suffix y x naught y naught into delta y divided by square root of delta x square plus delta y square. ഇത് 0 ആകുക എന്നുള്ളതാണ് സെക്കൻഡ് കണ്ടീഷൻ. ഇവിടെ ഡെൽറ്റ എഫ് എന്ന് ഉദ്ദേശിക്കുന്ന ഇതാണ്. ഞാൻ അവിടെ മുകളിൽ ഡെൽറ്റ എഫ് നൊട്ടേഷൻ ഉപയോഗിച്ചിട്ടില്ല. ഡെൽറ്റ എഫ് എന്നും കൂടെ ഉപയോഗിച്ചിട്ട് ഇവിടെ ഡെൽറ്റ എഫ് ഈസ് ഈക്വൽ ടു ദിസ്, ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് നോട്ട്, ചേഞ്ച് ഇൻ എക്സ് അല്ലേ. ഡെൽറ്റ വൈ ഈസ് ഈക്വൽ ടു വൈ മൈനസ് വൈ നോട്ട്. ദെൻ ദിസ് സ്ക്വയർ റൂട്ട് ഓഫ് ഡെൽറ്റ എക്സ് സ്ക്വയർ plus delta y square is exactly the distance between the point xy and x naught y naught. Distance between the points x plus x naught, y plus y naught, minus x naught y naught. നോക്കൂ, ഇത് ഡിസ്റ്റൻസ് ഫോർമുല അനുസരിച്ച് ഇതെന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് പ്ലസ് എക്സ് നോട്ട് മൈനസ് എക്സ് നോട്ട് സ്ക്വയർ. ജസ്റ്റ് എ മിനിറ്റ്. ഞാൻ ആദ്യം എഴുതി കറക്റ്റ് ആയിരുന്നു അല്ലേ. സോറി, this is exactly square root of x minus x naught square plus y minus y naught square. അത് തന്നെയാണ് ഈ സാധനം.
ഇത് നോം എന്നൊക്കെ വിളിക്കാറുണ്ടല്ലേ, നോം. നൊട്ടേഷൻ പുസ്തകത്തിലുണ്ടോ എന്നറിയാം. നോം ഓഫ് ഡെൽറ്റ എക്സ് ഡെൽറ്റ വൈ. മോഡുലസ് എന്ന് വിളിച്ചാലും മതി, അബ്സൊല്യൂട്ട് വാല്യൂ, മോഡുലസ് ഇതൊക്കെ വിളിക്കും. നമ്മൾ സിംഗിൾ വേരിയബിളിന്റെ എക്സ്റ്റൻഷൻ. മൾട്ടി വേരിയബിൾ വരുമ്പോൾ അവിടെ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചാണ് അത് കണ്ടുപിടിക്കുന്നത്. സോ ഇത് എങ്ങനെയായി ഒരു ഡെഫിനിഷൻ വന്നത്? സോ കൺസിഡർ ദ സിംഗിൾ വേരിയബിൾ കേസ്. അതായത് f equal to f of x is said to be differentiable at x naught. What is the meaning? We find the limit delta x tends to 0. ഇവിടെ h എന്നുള്ള നൊട്ടേഷൻ ആയിരിക്കാം ചിലപ്പോൾ ഉപയോഗിച്ചത്. ഇത് ഉപയോഗിച്ചിട്ടുണ്ടാവും. x naught plus delta x f of x naught by delta x. It should exist, അല്ലേ? And this limit is called f prime of x naught. In other words, this delta x is change in x. This x minus x naught, അല്ലേ? This is change in f. ആ റേഷ്യോ ഡെൽറ്റ എക്സ് സീറോയിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇതുകൊണ്ട് അപ്രോക്സിമേറ്റ് ചെയ്യുന്നു. That is what we do, right? In other words, I can approximate this change in f with the quantity f of x naught plus delta x into f prime of x, right? So ഈ റേഷ്യോ, ഈ പറയുന്ന റേഷ്യോ അത് മനസ്സിലാകണമെങ്കിൽ ഈ ഒരു സെന്റൻസ് കൂടെ നോക്കണേ. ഇതിനെ ഞാൻ കമ്പൈൻ ചെയ്യുമ്പോൾ ദിസ് ഈസ് ഇക്വാലന്റ് ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 f of x naught plus delta x minus f of x naught minus delta x into f prime of x naught by delta x. ഇത് തന്നെയാണ് ഞാൻ എഴുതിയിരിക്കുന്ന സാധനം, അല്ലേ? This should be 0. അപ്പോൾ എക്സ് നോട്ടിന്റെ നിയർ ബൈ പോയിന്റ്സിൽ എഫ് ന്റെ വാല്യൂസിനെ എനിക്ക് ഈ പറയുന്ന രീതിയിൽ അപ്രോക്സിമേറ്റ് ചെയ്യാം. അതല്ലേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എഫ് ഓഫ് എക്സ് നോട്ട് ഈ ഡിഫറൻസ് ഉണ്ട്, എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് എഫ് പ്രൈം ഓഫ് എക്സ് നോട്ട് കൊണ്ട് അപ്രോക്സിമേറ്റ് ചെയ്യും. എക്സാക്ട്ലി ഒരു സിമിലർ കാര്യം തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഇവിടെ എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്ന പോയിന്റിൽ അടുത്തുള്ള പോയിന്റ്, അപ്പൊ എക്സിനും ചേഞ്ച് വരാം, വൈനും ചേഞ്ച് വരാം. അപ്പൊ ഈ വാല്യൂയെ ഞാൻ അപ്രോക്സിമേറ്റ് ചെയ്യുന്ന ഏതുകൊണ്ടാണ്? ഈ ക്വാണ്ടിറ്റി കൊണ്ട് അപ്രോക്സിമേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എഫിനുണ്ടാവുന്ന ചേഞ്ച് കമ്പയറിംഗ് ടു എക്സ് പോയിന്റിനുണ്ടാവുന്ന ചേഞ്ച്, പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ടിനുണ്ടാവുന്ന ചേഞ്ച്, ആ കമ്പാരിസൺ വളരെ സ്മാൾ ആയിരിക്കണം. ആ റേഷ്യോ എക്സ് ചെറുതായിട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ എഫിനുണ്ടാവുന്ന ഡിഫറൻസ് വലിയ ഡിഫറൻസ് ആണെങ്കിൽ അത് ഡിഫറൻഷ്യബിൾ ആയില്ല. ആ ഡിഫറൻസ്, ഈ ഡിഫറൻസ് സീറോയിലേക്ക് പോവുകയാണെങ്കിൽ, അതായത് വളരെ ചെറിയ ലെസ് ദാൻ എപ്സിലോൺ, എനിക്ക് എത്ര വേണമെങ്കിലും ചെറുതാക്കാൻ പറ്റുമെങ്കിൽ അപ്പോഴാണ് നമ്മളത് ഡിഫറൻഷ്യബിൾ എന്ന് വിളിക്കുന്നത്. ഇപ്പം തൽക്കാലം ഇത് ഏതാണ്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ നമ്മളത് താഴോട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ കൂടുതൽ കാര്യം മനസ്സിലാവും. ഇനി 3 വേരിയബിളിലാണെങ്കിൽ എന്താ? ഇഫ് യു ഹാവ് എ ഫംഗ്ഷൻ എഫ് ഈക്വൽ ടു f of x y z and a point x naught y naught z naught belongs to R cube, then f is differentiable at x naught y naught z naught if the one of the condition partial derivative fx x naught y naught z naught fy x naught y naught z naught and fz x naught y naught z naught exist. രണ്ടാമത്തെ കണ്ടീഷൻ the limit delta x delta y delta z
ടെൻസ് 0 0 0 ഇതൊക്കെ ഇവിടെ ഡെൽറ്റ എഫ് മൈനസ് എഫ് എക്സ് എക്സ് നോട്ട് വൈ നോട്ട് ഇസഡ് നോട്ട് ഇൻറ്റു ഡെൽറ്റ എക്സ് പ്ലസ് ഞാൻ മൈനസ് കോമൺ ആയിട്ട് എടുത്തുകൊണ്ട് അത് പ്ലസ് ആയത് എഫ് വൈ എക്സ് നോട്ട് വൈ നോട്ട് ഇസഡ് നോട്ട് ഇൻറ്റു ഡെൽറ്റ വൈ plus fz x naught y naught z naught into delta z divided by square root of delta x square plus delta y square plus delta z square. This should be 0. So this is the definition in 3 variable case. Okay. Here what is delta f? Delta f എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ടേം കൊണ്ട് വരും. ഇതിനകത്ത് എന്ത് വരും? അപ്പോൾ ഇവിടെ x naught plus delta x, y naught plus delta y, പിന്നെ ഒരു ടേം ഇവിടെ z naught plus delta z മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് z naught. ഇതാണ് അവിടുത്തെ ഡെൽറ്റ എഫ് എന്ന് പറയുന്നത്. ഇത് n വേരിയബിൾ വന്നാലും സെയിം ഡെഫിനിഷൻ തന്നെയാണ് ഡിഫറൻഷ്യബിലിറ്റി. അപ്പോൾ ഇതിൻ്റെ ജോമെട്രിക്കൽ പിക്ചർ ഞാനിപ്പോൾ വരയ്ക്കാൻ നിൽക്കുന്നില്ല. സോ സി സൈസ് സി ഫിഗർ പുസ്തകത്തിൽ 13.4.3 നിങ്ങളുടെ സെക്ഷൻ വ്യത്യാസം ഉണ്ടോ എന്നറിയില്ല. 13ാമത്തെ ചാപ്റ്റർ തന്നെയായിരിക്കും. അപ്പോൾ ഈ കറസ്പോണ്ടിങ് സെക്ഷൻ നോക്കുക. So this is the definition of derivative. So before going to the problems, let us see one immediate property. അപ്പോൾ നമ്മൾ ഈ ഡെഫിനിഷൻ ഒക്കെ പറയുമ്പോൾ ആക്ച്വലി സിംഗിൾ വേരിയബിൾ കേസിൽ ഡെറിവേറ്റീവ്സിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? സിംഗിൾ വേരിയബിൾ കേസിൽ ഡെറിവേറ്റീവിന് ഓരോ പോയിന്റിലും അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ടാൻജന്റ് ലൈനിൻ്റെ സ്ലോപ്പാണ്. വെർട്ടിക്കൽ അല്ലെങ്കിൽ നോൺ വെർട്ടിക്കൽ ടാൻജന്റ് ലൈൻ അത് എക്സിസ്റ്റ് ചെയ്യും. അതിൻ്റെ സ്ലോപ്പാണ് നമുക്ക് ഡെറിവേറ്റീവ് കൊണ്ട് കിട്ടുന്നത്. ഇനി എന്താണ് രണ്ടാമത്തെ കാര്യം? ഞാനിവിടെ പറഞ്ഞ പോലെ ഡെറിവേറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ ഡെറിവേറ്റീവ് അറിയാമെങ്കിൽ എനിക്ക് എഫിനെ ഇങ്ങനെ അപ്രോക്സിമേറ്റ് ചെയ്യാം. നിയർ ബൈ പോയിന്റ്സിൽ, ക്ലോസ് ആയിട്ടുള്ള പോയിന്റ്സിൽ ഈ ഒരു ലീനിയർ അപ്രോക്സിമേഷൻ കൊടുക്കാം. ഒരു ലീനിയർ അപ്രോക്സിമേഷൻ എഫിന് കൊടുക്കാൻ പറ്റും. ദെൻ എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് നോട്ട്. ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ എഫ് എക്സ് നോട്ടിൽ കണ്ടിന്യൂസ് ആണ്. ഇതൊക്കെയാണ് നമ്മൾ സിംഗിൾ വേരിയബിൾ കേസിൽ നമ്മൾ കാൽക്കുലസിൽ ഇതുവരെ ഈ എന്താ പറയുക ഡിഫറൻഷ്യബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോപ്പർട്ടീസ്, ഇമ്മീഡിയറ്റ് പ്രോപ്പർട്ടീസ്. സിമിലർലി ടു വേരിയബിൾ കേസിലും അല്ലെങ്കിൽ മൾട്ടി വേരിയബിൾ കേസിലും യു ഹാവ് ദ ഫോളോയിങ് റിസൾട്ട്. If f is differentiable at a point, then it is continuous at that point. ഇപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ടു വേരിയബിൾ കേസിന് മാത്രമാണ്. എക്സാക്ട്ലി വെർബാറ്റിൻ തന്നെയാണ് ത്രീ വേരിയബിൾ കേസിന്. ഒരു അഡീഷണൽ പോയിന്റ് കൂടെ വരുമെന്ന് പറയും. സോ ഇൻ എനി കേസസ് ദ സെയിം പ്രൂഫ് വിൽ വർക്ക്. കൺസിഡർ എ ടു വേരിയബിൾ ഫംഗ്ഷൻ ആൻഡ് സപ്പോസ് ഇറ്റ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് നോട്ട് വൈ നോട്ട്. ഇത് കണ്ടിന്യൂസ് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിനെന്താ കാണിക്കേണ്ടത്? limit xy tends to x naught y naught f of xy is equal to f of x naught y naught. ഇതാണ് എനിക്ക് കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ട് പ്രൂവ് ചെയ്യേണ്ടത്. റൈറ്റ്? സോ ഫോർ ദാറ്റ് ഫസ്റ്റ് ഐ ഡിഫൈൻ എ ഫംഗ്ഷൻ എപ്സിലോൺ. Epsilon depends on this delta x and delta y. It's a function of delta x and delta y. It is nothing but നമ്മൾ നേരത്തെ പറഞ്ഞ ആ കോഷ്യന്റ് ഇല്ലേ, ഡെൽറ്റ എഫ് മൈനസ് ഡിഫറൻഷ്യബിലിറ്റിയുടെ ഡെഫിനിഷനിൽ പറഞ്ഞ കോഷ്യന്റ് സൈസ് ആണ്. അത് തന്നെയാണ് ഡെൽറ്റ എഫ് മൈനസ് എഫ് എക്സ് എക്സ് നോട്ട് വൈ നോട്ട് ഇൻറ്റു ഡെൽറ്റ എക്സ് മൈനസ് എഫ് സഫിക്സ് വൈ എക്സ് നോട്ട് വൈ നോട്ട് ഇൻറ്റു ഡെൽറ്റ വൈ ബൈ സ്ക്വയർ റൂട്ട് ഓഫ് ഡെൽറ്റ എക്സ് സ്ക്വയർ പ്ലസ് ഡെൽറ്റ വൈ സ്ക്വയർ. ഈ ഫംഗ്ഷൻ ഡെൽറ്റ എക്സും ഡെൽറ്റ വൈയും 0,0ക്ക് ഈക്വൽ, ഡെൽറ്റ എക്സ് കോമ ഡെൽറ്റ വൈ നോട്ട് ഈക്വൽ ടു 0,0 ആകുമ്പോഴാണ് ഇത് ഡിഫൈൻ ചെയ്യുന്നത്. ഇത് 0,0 ആണെങ്കിൽ ഞാനത് 0 എന്ന് കൊടുത്തു. ആ ഡെഫിനിഷൻ എല്ലാ ഡെൽറ്റ എക്സിനും ഡെൽറ്റ വൈക്കും
ബാധകമാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു നൊട്ടേഷൻ, ഇതൊരു സിംപ്ലി ഒരു നൊട്ടേഷനാണ്, ഇതൊരു വലിയ ഫംഗ്ഷനായിട്ടൊന്നും കണക്കാക്കണ്ട, നമ്മൾ നേരത്തെ എഴുതിയതിൻ്റെ തന്നെ ഒരു നൊട്ടേഷനാണ്. പക്ഷേ ഞാൻ 0 കൂടെ എക്സ്റ്റെൻഡ് ചെയ്യും. 0 ഇവിടെ നമുക്ക് വാല്യൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഡിനോമിനേറ്റർ 0 ആയിപ്പോകും. നമുക്കറിയാം എഫ് ഡിഫറൻഷ്യബിൾ ആണ്. എഫ് ഡിഫറൻഷ്യബിൾ ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ കോഷ്യന്റ് 0 പോകും. അതാണ് എൻ്റെ ഡെഫിനിഷൻ. ദാറ്റ് മീൻസ് epsilon of delta x comma delta y tends to 0 as delta x comma delta y tends to 0. Therefore, from the definition, delta f നെ എനിക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ എഫ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഓൾറെഡി ഞാൻ പറഞ്ഞു. ദിസ് ഈസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതാം. ഇവിടുന്ന് ഇതിന് ഇപ്പുറത്ത് കൊണ്ടുവരിക, എന്നിട്ട് ഇത്രയും ക്വാണ്ടിറ്റി എടുത്ത് ഇപ്പുറത്ത് കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ എഫ് എക്സ് x0 y0 delta x fy x0 y0 delta y plus epsilon of delta x comma delta y into square root of delta x square plus delta y square. ഇതൊരു ജസ്റ്റ് റീറൈറ്റിംഗ് മാത്രമാണ്, പക്ഷേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റീറൈറ്റിംഗ് ആണ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പല തിയറത്തിൻ്റെയും പ്രൂഫിന് ഇതൊരു കൺവീനിയൻറ്റ് റീറൈറ്റിംഗ് ആണ്. ഈ ഫംഗ്ഷൻ ആണ് അതിനെ നമുക്ക് സഹായിക്കുന്നത്. വേറെ ഒന്നും ചെയ്തില്ല, ജസ്റ്റ് ഈ ഒരു എക്സ്റ്റൻഷൻ കൊടുത്തതേ ഉള്ളൂ. പക്ഷെ അതിനുള്ള അഡ്വാൻറ്റേജ്, നൗ യു ടേക്ക് ദ ലിമിറ്റ്. ഇവിടെ ഡെൽറ്റ എക്സും ഡെൽറ്റ വൈയും 0 പോകാം. നോട്ട് ദാറ്റ് ഇവിടെ ഡെൽറ്റ എക്സ് കോമൺ ഡെൽറ്റ വൈ 0 ഈസ് ഇക്വാലന്റ് ടു സേ ദാറ്റ് ദിസ് പോയിന്റ് ഗോസ് ടു x0 y0 അല്ലേ? ദിസ് ഗോസ് ടു എഫ് ഓഫ് x0 y0 അല്ലെങ്കിൽ മീൻസ് സോറി ദിസ് പോയിന്റ്, ദിസ് ഈസ് ഇക്വാലന്റ് ടു x0 plus delta x, y0 plus delta y tends to x0 y0. അത് തന്നെയാണ് നമുക്ക് അറിയേണ്ടത്. ഇത് എഫ് ഓഫ് എക്സ്, അപ്പം അത് ഡെൽറ്റ വൈ ഡെൽറ്റ എക്സ് ഡെൽറ്റ വൈ ടെൻസ് 0 വരുമ്പോൾ എന്ത് വരിക? യു ഗെറ്റ് സോറി, ഇവിടെ ഇതാണ് മിസ്റ്റേക്ക് ആണ്. ദിസ് ഈസ് ഡെൽറ്റ എഫ്. ഡെൽറ്റ എക്സും ഡെൽറ്റ വൈയും 0 പോകുമ്പോൾ ഡെൽറ്റ എക്സും 0 പോകും, ഡെൽറ്റ വൈയും 0. അപ്പോൾ ദിസ് വിൽ ഗോസ് ടു 0, ദിസ് വിൽ ഗോസ് ടു 0. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു 0 പോകുന്നത് ഇവിടെ പറഞ്ഞു, 0 പോകുമെന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് ടോട്ടൽ ക്വാണ്ടിറ്റി 0. ദാറ്റ് ഈസ് ഫ്രം ഹിയർ ദിസ് ഗോസ് ടു 0. അത് 0 പോകണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ലിമിറ്റ് ഡെൽറ്റ എക്സ് ഡെൽറ്റ വൈ ടെൻസ് ടു 0 എഫ് ഓഫ് x0 പ്ലസ് ഡെൽറ്റ എക്സ് y0 plus delta y tends to f of x0 y0. This is exactly the same limit that we require. Limit xy tends to 0 f of xy tends to f of x0. Therefore f is continuous at x0. So this is the proof. നമ്മൾ സിംഗിൾ വേരിയബിൾ കേസിലും ഇതിൻ്റെ സെയിം പ്രൂഫ് തന്നെയാണ്. നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക, കണ്ടുപഠിച്ച പ്രൂഫ് എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ we have shown that if f is differentiable at x0 y0, then it is continuous at x0 y0. So before going to the problem, there is one important remark. പക്ഷേ ഇതിൻ്റെ പ്രൂഫ് പഠിക്കാനില്ല. അപ്പം നമ്മൾ കണ്ടു കണ്ടിന്യൂസ് ആണെങ്കിൽ, അല്ല ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിരിക്കും. പക്ഷേ ഈ കണ്ടിന്യൂറ്റി സഫിഷ്യൻ്റ് കണ്ടീഷൻ അല്ല. ബട്ട് ഫംഗ്ഷൻ കണ്ടിന്യൂസും മാത്രമല്ല ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സും എല്ലാം കണ്ടിന്യൂസ് ആണെങ്കിൽ, ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് എക്സ് എഫ് വൈ 3 വേരിയബിൾ ആണെങ്കിൽ എഫ് ഇസഡ്, ഇതെല്ലാം നമ്മൾ തന്നിരിക്കുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ ദെൻ എഫ് ഈസ് ഡിഫറൻഷ്യൽ. ഡിഫറൻഷ്യബിലിറ്റി ചെക്ക് ചെയ്യാനുള്ള ഒരു സഫീഷ്യൻറ്റ് കണ്ടീഷനാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇതിൻ്റെ പ്രൂഫ് ഇറ്റ് ഈസ് നോട്ട് ട്രിവിയൽ, അതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാനും ഇല്ല. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ റിസൾട്ട് ഉപയോഗിക്കാം. എക്സെപ്റ്റ് ദ കേസ് ക്വസ്റ്റ്യനിനകത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ 304 എടുത്തു കഴിഞ്ഞാൽ
ഇവിടെ കറക്റ്റ് ചോദിച്ചിട്ടുണ്ട് ഷോ ദാറ്റ് ദിസ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് 0 യൂസിങ് ദ ഡെഫിനിഷൻ. യൂസിങ് ദ ഡെഫിനിഷൻ എന്ന് ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. അതായത് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കുക, അതിൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ എക്സാമ്പിളിൽ ചെയ്ത് കാണിക്കാം. സോ 304 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? സൊല്യൂഷൻ f of xy given f of xy equal to x square plus y square. x naught y naught is 0 എനിക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ലിമിറ്റ് ഡെൽറ്റ എക്സ് ഡെൽറ്റ വൈ ടെൻഡ് ടു 0 ഓക്കെ, ഞാൻ ഡെൽറ്റ എഫ് കൂടെ കണ്ടുപിടിക്കാം എഴുതാനുള്ള എളുപ്പത്തിന്. വാട്ട് ഈസ് ഡെൽറ്റ എഫ്? ദിസ് ഈസ് എഫ് ഓഫ് 0 plus delta x 0 plus delta y minus f of 0 right? x naught y naught 0 ആയതുകൊണ്ടാണ്. This is same as f of delta x comma delta y minus f of 0 എന്ന് പറയുന്നത് the function ഇതല്ലേ, f of 0 is 0. Therefore we have to evaluate limit delta x comma delta y tends to 0 delta f minus fx 0 delta x minus fy 0 delta y divided by square root of delta x square plus delta y square. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. What is fx 0? What is fx? Fx is 2x അല്ലേ, 2x at 0. That is x0. Similarly fy 0 is 0. So this limit becomes delta f നമ്മൾ already കണ്ടുപിടിച്ചു. So this is limit delta x comma delta y tend to 0 delta f ന് പകരം എനിക്ക് f of delta x plus delta y minus 0 by square root of delta x square plus delta y square. This is equal to limit delta x delta y tend to 0 f of delta x delta y എന്താ, delta x നമ്മുടെ ഫംഗ്ഷൻ x square plus y square ആണ്. So it is delta x square delta y square by square root of delta x square plus delta y square. This is exactly limit delta x delta y tend to 0 ഇത് രണ്ടുകൂടെ ക്യാൻസൽ ആയിട്ട് എന്ത് വരും, ഒരു സ്ക്വയർ റൂട്ട് ഓഫ് delta x square delta y square. ഈ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നൊക്കെ പറയുന്ന ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ഞാൻ എൻ്റെ രണ്ടാമത്തെ ചോദ്യം അതിൽ ചോദിച്ചിട്ടുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ്. എന്തായാലും നമുക്ക് അറിയാവുന്ന ഫംഗ്ഷൻ ആണ്. ഇപ്പൊ ഡെൽറ്റ എക്സ് 0 ഡെൽറ്റ വൈ 0 പോകുമ്പോൾ ഇത് 0. Therefore f is differentiable at 0. Okay. Now the second question is show that the function f of x comma y equal to square root of x square plus y square is continuous at 0 but not differentiable at 0. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത് സഫിഷ്യന്റ് കണ്ടീഷൻ അല്ല. ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ കണ്ടിന്യൂസ് ആണ്. ആസ് ഇൻ ദ കേസ് ഓഫ് സിംഗിൾ വേരിയബിൾ കേസ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഡിഫറൻഷ്യബിൾ ആകണമെന്നില്ല. ഹൗ ടു ഷോ ദിസ്? ആദ്യം കണ്ടിന്യൂറ്റി ഓഫ് റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അതെങ്ങനെയാണ് ചെയ്യുക? നിങ്ങൾക്ക് ഫെമിലിയർ ഫംഗ്ഷൻ ആണ്, എന്നാലും അത് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെ? കണ്ടിന്യൂസ് at 0 എങ്ങനെ കാണിക്കുക? As
xy tend to 0 0 അതിൻ്റെ അർത്ഥം മോഡുലസ് ഓഫ് xy മൈനസ് 0 0. മോഡുലസ് അല്ലെങ്കിൽ നോം എന്ന് വിളിക്കും അല്ലേ. ദിസ് ഈസ് 0 അതല്ലേ അതിൻ്റെ അർത്ഥം. xy എന്ന് പറയുന്ന പോയിന്റ് 0 0ലേക്ക് പോകുകയെന്ന് പറഞ്ഞാൽ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് 0 0ലേക്ക്. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ്? ദിസ് ഈസ് എക്സാക്ട്ലി ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ x മൈനസ് 0 സ്ക്വയർ പ്ലസ് y മൈനസ് 0 സ്ക്വയർ ദിസ് ടെൻഡ് ടു 0. This is exactly our f of x tends to 0, which is exactly our f of 0. So that implies f is continuous at 0 0. Now to check the differentiability. So in general, differentiability check ചെയ്യാൻ definition apply ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ഈ കേസിൽ നമുക്ക് നോക്കാം. നമുക്ക് ഇത് നമ്മുടെ വേണ്ട ക്വാണ്ടിറ്റീസ് എഴുതി നോക്കാം. വാട്ട് ഈസ് മൈ ഡെൽറ്റ എഫ്? ഡെൽറ്റ എഫ് ഈസ് എഫ് ഓഫ് എക്സ് നോട്ട് 0 ആണ്, വൈ നോട്ട് 0 ആണ്. അപ്പോൾ എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ്, എഫ് ഓഫ് ഡെൽറ്റ എക്സ് ഡെൽറ്റ വൈ മൈനസ് എഫ് ഓഫ് 0 0 ഈസ് 0. Therefore that is 0. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഡെൽറ്റ എക്സ് ഡെൽറ്റ വൈ ടെൻ ടു 0 0 delta f, that is f of delta x comma delta y minus fx 0 0 delta x minus fy 0 0 delta y divided by root of delta x square plus delta y square. ഇതാണ് എനിക്ക് കണ്ടുപിടിക്കുന്നത്. What is fx 0 0? fx 0 0 കണ്ടുപിടിക്കുന്നതിന് in general fx xy എന്താ? So that is partial d by dx of square root of x square plus y square. And that is 2x model വരും. So that is x by root of x square plus y square. fx 0 0 കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ലിമിറ്റ് ഇങ്ങനെ fx 0 0 കണ്ടുപിടിക്കുന്നത്. What is the definition of x? fx x naught y naught. This limit h tends to 0. h ആണോ ഡെൽറ്റ എക്സ് ആണോ ഉപയോഗിച്ചതെന്ന് എനിക്കറിയില്ല. എന്തായാലും h tends to 0 f of x naught plus h comma y naught minus f of x naught y naught divided by h. ഇതല്ലേ? അപ്പോൾ അത് ഞാൻ ഇവിടെ ചെയ്യുമ്പോൾ ലിമിറ്റ് h tends to 0. ഇവിടെ x naught 0 അല്ലേ. f of h 0 minus f of 0 0 by h. That is limit h tends to 0. What is f of h 0? h 0 is square root of x square plus y square അല്ലേ. So square root of h square that is 0 by h. What is square root of h square? It is not h, it is mod h by h. ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യത്തില്ല അല്ലേ. കാരണം എന്താ? This is equal to plus 1 if h tends to 0 and h greater than 0. It is equal to minus 1 if h tends to 0 and h less than 0. റൈറ്റ് ലിമിറ്റും ലെഫ്റ്റ് ലിമിറ്റും രണ്ട് വാല്യൂ ആണ്. സോ fx 0 0 does not exist. Similarly fy 0 0യും എക്സിസ്റ്റ് ചെയ്യില്ല. അത് നമുക്ക് ആവശ്യമില്ല. ഏതെങ്കിലും ഒന്ന് തന്നെ എക്സിസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഇത് ഡിഫറൻഷ്യബിൾ ആണ്. Therefore f is not differentiable at 0 0. Even though it is continuous at 0 0, it is not differentiable at 0 0. അവിടെ ഡിഫറൻഷ്യബിലിറ്റി പറ്റില്ല എന്ന് പറയാൻ fx 0 0 does not exist എന്ന് പ്രൂവ് ചെയ്യും. Okay, so that is the immediate 2 problems.
തൽക്കാലം നമുക്ക് ഇങ്ങനെ നിർത്താം. ബാക്കി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ അടുത്ത് നമുക്ക് നോക്കേണ്ടത് ഡിഫറൻഷ്യബിലിറ്റി. സെയിം കാര്യം തന്നെയാണ്. ഇപ്പോൾ ഈ സെക്ഷനിൽ ഇനി പുതിയ കാര്യമൊന്നും പഠിക്കാനില്ല. പക്ഷേ നമുക്ക് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻസ്, ഡിഫറൻഷ്യബിലിറ്റിയുടെ ഇന്റർപ്രിട്ടേഷൻസ്, ആൻഡ് വൺ ഈസ് നൊട്ടേഷൻ ആൻഡ് അനദർ ഈസ് ഇന്റർപ്രിട്ടേഷൻ. അത് രണ്ടുമാണ് നോക്കുന്നത്.